ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര ഈ ടെൻഡർ അടിച്ചു മാറ്റിയതിനെ തുടർന്ന് പിന്നീട് ഇവിടെ ഗൗതമിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. നിധി ഇങ്ങനെ ആ തെളിവ് തെളിയിക്കാൻ വേണ്ടി നടക്കും. താനല്ല ചെയ്തിരിക്കുന്നത് എന്ന സത്യം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കണം എന്നുള്ളത് നിധിക്കായി തുടങ്ങണം. അങ്ങനെ നിധി അത് തെളിയിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ തെളിയിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രശ്നം പുറത്തോട്ട് വരും. അതായത് വസുന്ധരയും പാറുവും തമ്മിലുള്ള ഒരു സംസാരമായിരിക്കും. വസുന്ധരയോട് പാറു പറയണേ, നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്തിനു വേണ്ടി നീ ഇത് കളിക്കുന്നത്? അതും പാപമാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയുന്ന സമയത്ത് അവിടെ പറയും, ഞാൻ ചെയ്തത് പാപം തന്നെയായിരിക്കും. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം. ഗൗതം ആരുടെ മകനാണെന്ന് നീ ചിന്തിക്കണം. ഗൗതമിൻ്റെ ജീവിതത്തിൽ ആരാണ് വേണ്ടത്, ആരാണ് ഭാര്യയായി വേണ്ടത് എന്ന് പറയേണ്ടത് ഞാനാണ്. അവൾ ഒരിക്കലും വേണ്ട. അപ്പോൾ ഗൗതമിനെ കുറിച്ചുള്ള വല്ലാതെ എന്നെ ഭരിക്കാനോ നിൽക്കാനോ നിന്ന് കഴിഞ്ഞാൽ ഗൗതമിനെ കുറിച്ചുള്ള ആ രഹസ്യം ഞാൻ വെളിയിലാക്കുമെന്ന് പറയുമ്പോൾ അവിടെ പാറു പൊട്ടിക്കരയുന്ന ആ ഒരു സീന് നിധി കാണുക കേട്ടോ. പിന്നീട് നിധിക്ക് മനസ്സിലായി ഗൗതമിനെ കുറിച്ച് എന്തോ ഒരു രഹസ്യം അത് വെച്ചാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. എന്നാൽ ആ രഹസ്യം ഞാൻ കണ്ടെത്തും, തീർച്ചയായും ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നിധി വാശിയോടെ മുന്നോട്ട് പോവാണ് കേട്ടോ. ഈ സമയം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൗതമിൻ്റെ റൂമിൽ, ഇവർ കിടക്കുന്ന ആ റൂമിൽ വെച്ച് തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഗൗതമിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കും, പക്ഷേ കാണുന്നില്ല. പിന്നീട് ഇങ്ങനെ പാറുവിൻ്റെ റൂമിൽ പോവാണ്. അവിടെ ഒരുപാട് തപ്പി നോക്കും, പക്ഷേ പാറു ഏകദേശം മനസ്സിലാവും നിധിക്ക് ഇത് കണ്ടെത്താനുള്ള ആ ഒരു ശ്രമം നിധി നടക്കുന്നുണ്ട്. നിധി ഇങ്ങനെ പാറുവിൻ്റെയും വസുന്ധരയുടെയും മകനല്ല എന്ന് ഗൗതം കണ്ടെത്തിയിരിക്കുന്നു. അവൾ അതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഈ സമയം എന്ത് ചെയ്യും നിധി? പാറുവിൻ്റെ റൂമിൽ നിന്നും ഒരു ഓർഫനേജിലോട്ട് ഇത്ര പൈസ കൊടുത്ത ആ ഒരു സംഭവം കണ്ടെത്തണം കേട്ടോ. ഒരു കടലാസ് കണ്ടെത്തണം. പിന്നീട് അത് വെച്ച് നിധി കുറേ ഇറങ്ങി നോക്കും. അങ്ങനെ ജോത്സ്യനോട് പറയണം. അങ്ങനെ ജോത്സ്യനാണെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം ജോത്സ്യനും പറയാൻ കഴിയില്ല. അങ്ങനെ പിന്നീട് ജോത്സ്യൻ വിളിച്ചിട്ട് പാറുവിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിധി ഗൗതം നിങ്ങളുടെ മകനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവളുടെ ഇടയിൽ ആ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗതം അറിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. നമ്മളെല്ലാവരും മറച്ചു വെച്ച ആ രഹസ്യം പുറത്തോട്ട് വന്നാൽ വലിയ ഒരു തിരിച്ചടി തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ അതുണ്ടാവരുത് എന്നിങ്ങനെ പാറുവിനോട് പറയുന്നുണ്ട് കേട്ടോ. വസുന്ധരയും നീയുമായുള്ള വഴക്കിൽ വസുന്ധരയോടും കൂടി ഇക്കാര്യം പറഞ്ഞേക്ക് എന്ന് ഈ ജോത്സ്യൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നിധി ഇറങ്ങാണ്. ഈ ഒരു ജോത്സ്യനും തന്നെ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അത് കണ്ടെത്തണം എന്നുള്ള ആ തീരുമാനത്തോടു കൂടി അങ്ങനെ നിധി ഇറങ്ങണം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അമ്മയെ നിധി പരിചയപ്പെടാണ്. അവരൊരു അവശ്യ നിലയിൽപ്പെട്ട് ആകെ പ്രശ്നത്തിലാവാണ്. അവർക്ക് മക്കളൊന്നുമില്ല. അവരുടെ മക്കളെ തിരഞ്ഞാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അവർക്കൊരു മകനുണ്ട്. ആ മകൻ എവിടെ എന്ന് അറിയില്ല. അങ്ങനെ ആ ഒരു കഥ പിന്നീട് പറയാം കേട്ടോ. ആ കഥകളൊക്കെ നിധിയോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ കഥകളൊക്കെ നിധി അങ്ങ് കേൾക്കുമ്പോൾ നിധിക്ക് മനസ്സിലായി ഈ അമ്മ തന്നെയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ള സത്യം നിധിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ നിധി ഈ അമ്മയുമായി ഈ ഒരു പാറുവിൻ്റെ അടുത്തോട്ട് വരികയാണ്, അതായത് ഈശ്വരമംഗലത്തോട്ട് വരികയാണ്. ഈ സമയം വസുന്ധര ആകെ ഞെട്ടിപ്പോട്ടോ. ഈശ്വര, ഇവൾ വന്നിരിക്കുന്നത് ഗൗതമിൻ്റെ അമ്മയും കൂട്ടിയാണല്ലോ. അപ്പോൾ അത് ഗൗതമും കൂട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഗൗതമിനോട് നിധി വിളിച്ച് പറയും, നിധി കാര്യങ്ങളൊക്കെ പറയും. ഗൗതം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അവരെ നമുക്ക് എന്തായാലും വീട്ടിലൊരു ജോലിക്കാരി വേണം, അപ്പോൾ അവരെ നമുക്കൊരു ജോലിക്കാരിയായി നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പാറുവും ആളെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാറുവും സമ്മതിക്കുകയാണ്. അങ്ങനെ ഗൗതമും സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം പാറു അവിടെ വന്ന് കയറുമ്പോൾ ഇവരാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത് പാറുവിനെ അറിയാലോ, വസുന്ധരയ്ക്കും അറിയാലോ. അപ്പോൾ വസുന്ധരയും പാറുവും ആകെ ഞെട്ടാണ് കേട്ടോ. ഈ സമയം നിധി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നിധി ഇങ്ങനെ കൊണ്ടുവന്ന ഉടൻ തന്നെ ഇവർ പറയുന്നുണ്ട്, ഇവരൊന്നും ഇവിടെ ജോലിക്ക് വേണ്ട, ഇവരൊന്നും വേണ്ട, നമുക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ എന്ന് വസുന്ധര പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാറുവും പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം, അതൊന്നും നടക്കില്ല ഒരിക്കലും. ഇവിടെ നിധി തനിയെ പണിയാൻ പറ്റില്ല. നിധി ഇപ്പോൾ ടീച്ചർ ജോലിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഈ നിധിക്ക് എല്ലാം കൂടി എത്തൂല, പിന്നെ പാറുവിന് എത്തില്ല. അതുകൊണ്ട് ഇവരിവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് ഗൗതം വാശി പിടിക്കുമ്പോൾ ആർക്കും ഒന്നും എതിർത്തും പറയാനും കഴിയില്ല കേട്ടോ. പിന്നീട് ഇവർ തമ്മിൽ പരസ്പരം, അതായത് പാറുവും വസുന്ധരയും തമ്മിൽ പരസ്പരം ഓരോന്നിങ്ങനെ പറയുന്നത് നിധി കേൾക്കുകയാണ്. അങ്ങനെ നിധി മനസ്സിലാക്കുകയാണ് ഈ അമ്മയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത്. അങ്ങനെ പിന്നീട്
പാറുവിനോട് ചെന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട്, ഗൗതമിൻ്റെ അമ്മയാണ് ഇല്ലേ ഇത് എന്ന് പറയുമ്പോൾ പാറു ആകെ ഞെട്ടിപ്പോണ്. ഇതേ സമയം പാറു നിധിയുടെ കാല് പിടിക്കാണ്. നീ ഇത് എൻ്റെ മോനോട് പറയരുത്, ഒരിക്കലും നീ എൻ്റെ മോനെ ഇത് അറിയിക്കരുത്. എൻ്റെ മകനായി തന്നെ അവൻ വളരണം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. കഥകളൊക്കെ ഇവർ നിന്നോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് എന്നോട് ക്ഷമിക്കണം, ഇത് പറയരുത്, ഒരിക്കലും ഗൗതം അതറിയരുത്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, നൊന്ത് പ്രസവിച്ച അമ്മ, ആ അമ്മ മകനെ തേടി എത്ര നാളായി നടക്കുന്നു, ഇനി അവരോടും ഗൗതമിനോട് ചെയ്യുന്നൊരു ചതിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വലിയൊരു രഹസ്യം തന്നെ ഇനി അറിയാനിരിക്കുന്നത്, അതായത് ഗൗതം ആരുടെ മകനാണെന്നുള്ള ആ സ്ത്രീ ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് പേര് പറയാൻ കഴിയില്ല. പക്ഷെ ഗൗതമിൻ്റെ അച്ഛൻ ഈ പറയുന്ന CK ചന്ദ്രൻ ബോസ് ആയിരിക്കും കേട്ടോ. അത് തെളിയുന്ന ഇപ്പോഴൊന്നല്ല, കുറേ കഥകൾ കഴിയാനുണ്ട്. അങ്ങനെ ഗൗതമിൻ്റെ അമ്മ ആരാണെന്ന് നിധി കണ്ടെത്തുമ്പോൾ എല്ലാ സങ്കടങ്ങളും താങ്ങാനാവാതെ പാറു പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം അവരുടെ സങ്കടം, മകനെ മാത്രം നോക്കി ജീവിച്ച് മകനെ തേടി അലഞ്ഞു നടന്ന അവരുടെ സങ്കടം മനസ്സിലാക്കി ഈ ഗൗതമിനെയും ഈ അമ്മയെയും നിധി കൂടുതൽ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ഇവരൊരു സ്വന്തം മകനെ, ഒരു പ്രസവിച്ച മകനെ എങ്ങനെ നോക്കുന്ന ഒരു വീട്ടുവേലക്കാരിയായല്ല ഇവർ എന്നെ നോക്കുന്നത്, ഇവരെ ഞാൻ അമ്മേ എന്ന് വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അമ്മയെ തന്നെയാണ് വിളിക്കേണ്ടത്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല വയസ്സിന് മൂത്ത ആൾക്കാരെ അമ്മ എന്ന് എന്നെ വിളിക്കണ്ടേ, അവരുടെ സാഹചര്യം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ അകപ്പെട്ടത്, അതുകൊണ്ട് ഗൗതം നീ അങ്ങനെ തന്നെ വിളിക്കണമെന്ന് ഗൗതമിനോട് നിധി ആവശ്യപ്പെടുമ്പോൾ പാറു ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് ഇനി വേറെ കഥ വരാനിരിക്കുന്നുണ്ട്. ഈ വസുന്ധര ഇനി ഈ ഒരു കളികൾ തൻ്റെ കളിക്ക് വേണ്ടി CK ചന്ദ്രബോസിനെയും വെച്ചിട്ട് നിധിക്കെതിരെയും ഗൗതമിനെതിരെയും CK ചന്ദ്രബോസ് കളിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അയാൾ ഒരുപാട് ക്രൂരതകൾ വസുന്ധരയ്ക്കൊപ്പം നിന്ന് ചെയ്യും. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോഴാണ് അയാൾ അറിയുന്നത് സ്വന്തം മകനെയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്ന സത്യം അയാൾ അറിയൂ കേട്ടോ. അയാൾ അറിയുമ്പോൾ അതൊരിക്കലും താങ്ങാൻ അയാൾക്ക് കഴിയില്ല. അയാൾ പൊട്ടിക്കരയുന്ന ആ കിടുക്കൻ എപ്പിസോഡാണ്. അപ്പോൾ ഗൗതമിൻ്റെ അച്ഛൻ ഈ CK ചന്ദ്രബോസാണ്. ആ രഹസ്യം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ വസുന്ധരയ്ക്കൊപ്പം നിന്ന് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് സങ്കടമാവുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. ഇനിയാണ് വസുന്ധരയുടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ രഹസ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പുറത്ത് വെളിയിലോട്ട് വരുമ്പോൾ ഇത്രയും ഒരു വൃത്തികെട്ട ഒരാളെയാണല്ലോ താൻ അമ്മ എന്ന് വിളിച്ചത് എന്ന് ഗൗതം മനസ്സിലാക്കുമ്പോൾ ഗൗതമിന് തന്നെ തന്നോട് പുച്ഛം തോന്നുന്ന ആ നിമിഷങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിനിടയ്ക്ക് എങ്ങനെ നോക്കിയാലും തൻ്റെ മകനെ തൻ്റെ വഴുതിക്ക് വരുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പ്രണവിനെയും വെച്ച് ശിവാനിയെ കല്യാണം കഴിപ്പിക്കും. അപ്പോഴാണ് ഇനി ഈ ശിവാനി എന്തെന്നുള്ള ആ ഒരു സത്യം ഇനി വസുന്ധര മനസ്സിലാക്കുന്നത്. അങ്ങനെ തനിക്ക് എന്തുകൊണ്ടും നല്ലൊരു മകനും മരുമകളും നിധിയാണെന്നുള്ളത് ഇനി വസുന്ധര മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ.